വിവാദങ്ങൾക്കും വെല്ലുവിളികൾക്കും ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിൽ അലസ്കയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഉച്ചകോടി ലോകരാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. യുക്രൈൻ യുദ്ധം, താരിഫ് യുദ്ധം തുടങ്ങി നിരവധി വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ 4 വർഷത്തിനു ശേഷമാണ് ഇരു നേതാക്കളും നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നത്. 2021 ജനീവയിൽ നടന്ന അവസാന ഉച്ചകോടിക്ക് ശേഷം ലോകം വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. ഈ കൂടിക്കാഴ്ച ഇരു നേതാക്കൾക്കും ഒരുപോലെ നിർണായകവുമാണ്. ട്രംപിന്റെ രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് റഷ്യ വഴങ്ങാതിരിക്കാനും റഷ്യയെ വരുതിയിലാക്കാനും ട്രംപ് ശ്രമിക്കുന്നതും ഈ ഉച്ചകോടിയെ കൂടുതൽ പ്രാധാന്യമുള്ളതാക്കുന്നു. ആഗോള നയതന്ത്ര ബന്ധങ്ങളിൽ ഇത് എന്ത് മാറ്റം വരുത്തുമെന്ന ആകാംക്ഷയിലാണ് ലോകം. ഒരു കാലത്ത് റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന അലസ്ക ഈ ഉച്ചകോടിക്ക് വേദിയാകുന്നതും യാദൃശ്ചികമല്ല. യുക്രൈൻ, പടിഞ്ഞാറൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് അകന്ന റഷ്യയുടെ ഏറ്റവും അടുത്ത സ്ഥലമാണിത്. അതോടൊപ്പം യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോ യൂറോപ്യൻ യൂണിയൻ നേതാക്കളോ ഈ കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഇത് യുക്രൈനെക്കുറിച്ചുള്ള നിർണായകമായ തീരുമാനങ്ങൾ റഷ്യയും അമേരിക്കയും മാത്രം ചേർന്നെടുക്കുമെന്നും പിന്നീട് മറ്റ് രാജ്യങ്ങളെ അറിയിക്കുമെന്നുള്ള വ്യക്തമായ സൂചനയും നൽകുന്നു. റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടുവെന്ന തിരിച്ചറിവിൽ നിന്ന് ഒരു പുതിയ നയതന്ത്ര സമീപനത്തിലേക്ക് ട്രംപ് നീങ്ങുന്നുവെന്നും ഇത് കാണിക്കുന്നുണ്ട്. ട്രംപിനെ സംബന്ധിച്ച് ഈ ഉച്ചകോടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിക്ക് നിർണായകമാണ്. സംഘർഷഭരിതമായ സാഹചര്യങ്ങളിൽ സമാധാനം സ്ഥാപിക്കുന്ന ഒരു ഡീൽ മേക്കർ എന്ന പ്രതിച്ഛായ ട്രംപ് ലക്ഷ്യമിടുന്നുണ്ട്. ഈ കൂടിക്കാഴ്ച വിജയമായാൽ റഷ്യ യുക്രൈൻ സംഘർഷം പരിഹരിക്കാൻ സാധിക്കുമെന്നും അതുവഴി താൻ ഒരു മികച്ച നയതന്ത്രജ്ഞനാണെന്ന് ലോകത്തിന് മുന്നിൽ തെളിയിക്കാൻ സാധിക്കുമെന്നും ട്രംപ് കരുതുന്നു. ഇത് അദ്ദേഹത്തിന് വലിയ രാഷ്ട്രീയ നേട്ടങ്ങളും ഉണ്ടാക്കും. ചൈനയും ഇന്ത്യയും ഉപയോഗിച്ച് റഷ്യൻ എണ്ണ വ്യാപാരത്തിൽ സമ്മർദ്ദം ചെലുത്താനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ പരാജയപ്പെട്ടിരുന്നു. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ കഴിഞ്ഞ 25 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തന്റെ പിഴച്ച നയത്തിൽ നിന്ന് രക്ഷ നേടാനും യുക്രൈൻ വിഷയത്തിൽ റഷ്യയുമായി സമവായത്തിലെത്തി അതിനെ ഒരു നയതന്ത്ര വിജയമായി അവതരിപ്പിക്കാനും ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ഈ ഉച്ചകോടി റഷ്യയെ സംബന്ധിച്ചും തന്ത്രപ്രധാനമാണ്. അമേരിക്കയുമായി നേരിട്ട് ചർച്ച നടത്തുന്നത് അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയുടെ പ്രാധാന്യം ഉയർത്തും. റഷ്യ ലോകരാജ്യങ്ങൾ ഒറ്റപ്പെടുത്തിയെന്ന വാദത്തെ ദുർബലപ്പെടുത്താനും അതുവഴി ആഗോള സ്വാധീനം വർദ്ധിപ്പിക്കാനും പുടിൻ ഇത് സഹായകമാകും. ഈ കൂടിക്കാഴ്ച പാശ്ചാത്യ യൂറോപ്പിന്റെ സ്വാധീനം കുറഞ്ഞതായി ലോകത്തിന് മുന്നിൽ കാണിക്കാനും സഹായിക്കുന്നതാണ്. യുക്രൈൻ വിഷയത്തിൽ ഒരു സംയുക്ത ഉടമ്പടി ഉണ്ടായാൽ അത് റഷ്യൻ നിലപാടുകൾക്ക് ലഭിച്ച മുൻഗണനയായി വ്യാഖ്യാനിക്കപ്പെടും. ഈ ഉച്ചകോടി പടിഞ്ഞാറൻ യൂറോപ്പിനെ ആശങ്കയിലുമാഴ്ത്തും. യൂറോപ്പിന്റെ സുരക്ഷയെ സംബന്ധിച്ച് നിർണായക തീരുമാനങ്ങൾ ഇറ്റലി, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളെ ഒഴിവാക്കിയെടുക്കുന്നത് അവർക്കൊരു തിരിച്ചടിയാണ്. യൂറോപ്പിനേക്കാൾ റഷ്യൻ താൽപര്യങ്ങൾക്ക് മുൻഗണന ലഭിക്കുന്നത് യൂറോപ്പിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്നും അവർ ഭയപ്പെടുന്നു. ഈ ഉച്ചകോടിയിൽ യുക്രൈൻ വിഷയം മാത്രമല്ല ചർച്ച ചെയ്യുന്നത്. 2014 ശേഷം സ്തംഭിച്ച ആർട്ടിക് മേഖലയിലെ സാമ്പത്തിക സഹകരണം, 2026 അവസാനിക്കുന്ന ന്യൂ സ്റ്റാർട്ട് ഉടമ്പടിക്ക് ശേഷമുള്ള ആയുധ നിയന്ത്രണം തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയിൽ ഉൾപ്പെടും. അലസ്ക ഉച്ചകോടി വിജയിച്ചാൽ അത് യുക്രൈൻ സംഘർഷത്തിന്റെയും അമേരിക്ക റഷ്യ ബന്ധത്തിന്റെയും ഗതി മാറ്റി എഴുതാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ട്രംപ് യൂറോപ്യൻ യൂണിയന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാൽ യുദ്ധം തുടരുകയും പ്രതിസന്ധി അതേപടി നിലനിൽക്കുകയും ചെയ്യും. ഇത് ഡീൽ മേക്കർ ആകാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾക്ക് തന്നെ തിരിച്ചടിയുമാകും. ഈ ഉച്ചകോടിയിൽ ഇരു രാജ്യങ്ങൾക്കും വിജയിക്കേണ്ടതും പ്രധാനമാണ്. അത് ആഗോളതലത്തിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായേക്കാം.